ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ രഘുനന്ദനായ ച. ഓം സീതാരാമചന്ദ്രായ തേ നമഃ. ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് രാമായണ പുണ്യത്തിൻ്റെ 10ാമത്തെ ദിവസമാണ്. വളരെയധികം ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 9 ദിവസങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചു. ഒരു മാസത്തിന്റെ 1/3 ദിവസമാകുകയാണ് ഇന്ന് 10ാമത്തെ ദിവസത്തിൽ. ഇന്ന് തിങ്കളാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഷഷ്ടി തിഥിയും കൂടിയാണ്. തിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷഷ്ടി തിഥി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള ഈ ഒരു പുണ്യമായ ദിവസത്തിൽ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് എത്തിയ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരന്റെയും ഭാര്യമാണ്. വാൽമീകി മഹർഷി തന്റെ പൂർവ്വകഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നത്, അല്ലയോ കുമാര, നിങ്ങൾക്ക് സീതയോടൊത്ത് വസിക്കുന്നതിന് ഏറ്റവും നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. അത് ഗംഗാ നദിയുടെയും ചിത്രകൂട പർവ്വതത്തിന്റെയും ഇടയ്ക്കാണ്. അവിടെ നമുക്ക് നല്ല 2 പർണശാലകൾ ഉണ്ടാക്കണം. അതായത് അത് ഏറ്റവും വിശിഷ്ടമായ വിധത്തിൽ വേണം അത് സൃഷ്ടിക്കുവാൻ. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി 2 ശാലകൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ശാലയിൽ വേണം നിങ്ങൾ വസിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ വാൽമീകി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സീതാരാമചന്ദ്രന്മാർ ലക്ഷ്മണകുമാരനോടൊത്ത് അവിടെ വസിക്കുന്നു. ഈ സമയത്താണ് അയോധ്യയുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം രാജകുമാരനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് സുമന്ത്രർ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ ദശരഥ മഹാരാജാവിന്റെ ഇടയ്ക്കൽ അറിയിക്കുന്നത്, അല്ലയോ ദശരഥ മഹാരാജാവേ, ഞാൻ ശ്രീരാമചന്ദ്രന്മാരെ എല്ലാം അവിടേക്ക് കൊണ്ടുവിട്ടിട്ട് പോരുന്ന ഈ ഒരു വേള മനസ്സിന് എത്ര കണ്ട് വിഷമമുള്ളതാണ് എന്ന് അങ്ങ് മനസ്സിലാക്കണം. കാരണം ശ്രീരാമചന്ദ്രനെ കൊണ്ടുപോയി ഗംഗാ നദിയുടെ അക്കരയിലേക്ക് ഗുഹനോടൊപ്പം പോകുന്നത് കണ്ടപ്പോൾ അവർ കാണാമറയത്താകുന്നത് വരെയുള്ള സമയത്ത് മനസ്സിനുണ്ടായിരിക്കുന്ന വിഷമം, ആ വിങ്ങല് എത്ര വളരെ വലുതാണ്. അതിന് തുല്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. കാരണം ആഗ്രഹിച്ചതും കൊതിച്ചതുമെല്ലാം ഒന്ന് വന്നു ചേർന്നതും സംഭവിക്കുന്നതും മറ്റൊന്ന്. വിധി വളരെ വലിയൊരു വേദനയാണല്ലോ ഈ അയോധ്യ നിവാസികൾക്ക് നൽകിയത്, നമുക്ക് നൽകിയത് എന്ന് സുമന്ത്രരുടെ ഒരു വിലാപം അത് വളരെ വലിയ രീതിയിലായിരുന്നു അറിയിച്ചത്. ഇതുകൂടി കേട്ടപ്പോഴേക്കും അല്പം മാനസികമായിരിക്കുന്ന വിഷമങ്ങളോട് കൂടിയ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ എനിക്കുണ്ടാകും. കാരണം എൻ്റെ ഈ അന്ത്യനിമിഷങ്ങള് പുത്രദുഃഖത്താലാകണം എന്നുള്ളതിനൊരു കാരണമുണ്ട്. പണ്ടൊരിക്കൽ ഞാൻ നയാട്ടിനായി പോകുന്ന സമയത്ത് നദിയുടെ കരയിൽ ചെന്നപ്പോൾ അവിടെ ആന വെള്ളമെടുക്കുന്ന ശബ്ദം പോലെയെന്ന് തോന്നി. അവിടെ നിൽക്കുന്നത് ഒരു മൃഗമാണെന്ന് വിചാരിച്ച് ഞാൻ അമ്പെടുത്ത് അയച്ചപ്പോൾ ആ അമ്പെടുത്ത് അയച്ചത് കൊണ്ട് സ്ഥലത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അമ്പേറ്റ് കിടക്കുന്ന ഒരു മുനികുമാരനെയാണ്. അപ്പോൾ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അന്ധരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്പം വെള്ളമെടുക്കുവാനായിട്ട് വന്ന ഒരു മുനികുമാരനാണ്. അല്ലയോ അങ്ങ്, ഈ വേദന കൊണ്ട് ഞാൻ പുളയുന്ന എന്നെ അങ്ങ് ആദ്യം ചെയ്യേണ്ടത് ഈ വെള്ളം എൻ്റെ മാതാപിതാക്കൾക്ക് എത്തിക്കൂ, അതിനുശേഷം എന്നെയും കൂടി അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. അപ്പം അങ്ങനെ ദശരഥ മഹാരാജാവ് വെള്ളവും അതോടൊപ്പം തന്നെ ഈ മുനികുമാരനെയും മരണമടഞ്ഞ മുനികുമാരനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ മൃതശരീരവുമായി അവരുടെ ആശ്രമത്തിലേക്ക് എത്തി. ആ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുത്തു, ഞാൻ ദശരഥ മഹാരാജാവാണ്, എനിക്കിന്നൊരു അബദ്ധം പറ്റി, ഞാൻ അറിയാതെ ഒരു അമ്പ് ചെയ്ത് നിങ്ങളുടെ മകന്റെ ദേഹത്ത് കൊള്ളുകയും മകൻ മരണമടയുകയും ചെയ്തു. ആ മാതാപിതാക്കൾ, അന്ധരായിരിക്കുന്ന മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാതെ വാർദ്ധക്യത്തിൻ്റെതായ ദുരിതങ്ങളാൽ ഞങ്ങൾ വിഷമിക്കുന്നു, ഞങ്ങൾക്ക് ആകെ ഒരു തുണയായിട്ടുള്ളത് ഞങ്ങളുടെ മകനായിരുന്നു. ആ മകന്റെ
ജീവൻ പോയത് വളരെയധികം വിഷമങ്ങളും ഞങ്ങൾക്കിനി ആരുമില്ലല്ലോ എന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാക്കിയല്ലോ മഹാരാജാവേ. എന്തായിരുന്നാലും അങ്ങ് ഞങ്ങളുടെ മകനെ, അദ്ദേഹത്തിൻ്റെ ആ മകൻ്റെ മൃതശരീരം യഥോചിതം വേണ്ട സംസ്കാര കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ദശരഥ മഹാരാജാവ് തന്നെ ചിത കൂട്ടി ചിതയിലേക്ക് മകന്റെ മൃതശരീരം എടുത്തു വെച്ച് ചിതയ്ക്ക് തീ കൊളുത്തി. അപ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞല്ലേ രാജാവേ, ഞങ്ങളെ അതിന്റെ ചിതയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകൂ. അദ്ദേഹം അങ്ങനെ ചെയ്തു. അതിന്റെ അടുക്കൽ ചെന്നിട്ട് ആ മാതാപിതാക്കൾ രണ്ടുപേരും കൂടി ദശരഥ മഹാരാജാവിനെ നോക്കി പറഞ്ഞത്, ഞങ്ങളെപ്പോലെ തന്നെ നീയും പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്നുള്ള ശാപമായിരുന്നു. ഇതാ ആ ശാപവാക്കുകളുടെ സത്യമാകുന്നു. രാമ, ലക്ഷ്മണ, സീതയെ എന്ന് ഞാൻ വിലപിച്ചുകൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. എൻ്റെ മരണത്തിന് മുമ്പ് നിങ്ങളെ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കുന്നു. കാരണം ഞാൻ കൈകേയിക്ക് കൊടുത്ത വാക്കിലൊന്ന് ഭരതനെ രാജാവാക്കാമായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഭരതനെ രാജാവാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ അമ്മാവനെ കൈകേയ രാജ്യത്തെ രാജാവും കൈകേയിയുടെ സഹോദരനും ഭരതൻ്റെ അമ്മാവനും കൂടിയായിരിക്കുന്ന യുദ്ധാജിത്തിനെ ചെന്ന് അറിയിക്കണം. അറിയിച്ചിട്ട് അവിടെ നിന്നും മക്കളെ അവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് ഭരതൻ്റെ രാജ്യ അഭിഷേകം നടത്തണം എന്നതാണ്. അങ്ങനെ എല്ലാവർക്കും ഒരേ സമയം തന്നെ 10 ദിക്കിലൊക്കെ രഥം ഓടിച്ച് യുദ്ധം ചെയ്ത് തൻ്റെ എതിരാളികളെ തോൽപ്പിച്ച ദശരഥ മഹാരാജാവ് പുത്രദുഃഖത്താൽ രാമ, സീതയെ, ലക്ഷ്മണ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മരണത്തിലേക്ക് അടുത്ത് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം, എത്ര വലിയവനായിക്കോട്ടെ, എത്ര ചെറിയവനായിക്കൊള്ളട്ടെ, ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം പരിപൂർണമായി നമ്മൾ അനുഭവിച്ചേ സാധിക്കത്തുള്ളൂ. ചെയ്യുന്നത് നല്ലതെങ്കിൽ സംഭവിക്കുന്നതും നല്ലതായിരിക്കും. ചെയ്യുന്ന കർമ്മങ്ങളിൽ അല്പമെങ്കിലും ധർമ്മമില്ലെങ്കിൽ അതിന് കിട്ടുന്നതും അതുപോലെയായിരിക്കും. അതിൻ്റെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ രാവണനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് ഉണ്ടാകും. ഏറ്റവും വലിയ ഭക്തനായിരുന്നു രാവണൻ. പക്ഷേ ചെയ്യുന്ന കർമ്മങ്ങളിൽ ധർമ്മമില്ലാത്തത് കൊണ്ട് ഭക്തനായിരിക്കുന്ന രാവണന് പോലും അധപതനങ്ങൾ സംഭവിച്ച കഥകളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഏതൊരാളും നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, അപ്പം അതിന് അറിയാതെ ചെയ്തു പോയ തെറ്റിന് ശിക്ഷയൊന്നുമില്ലല്ലോ എന്ന് പറയും. പക്ഷേ തെറ്റ് അറിയാതെ ചെയ്താലും അറിഞ്ഞ് ചെയ്താലും തെറ്റെന്നും തെറ്റ് തന്നെയാണോ? അത് നമ്മൾ എപ്പോഴും ആലോചിക്കുക. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനിയുമെങ്കിലും നമ്മൾക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ വലിയവരല്ല, ഒരിക്കലും നമ്മൾ ചെറിയവരുമല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ സത്യത്തെ, ചെയ്യുന്ന കർമ്മങ്ങളുടെ ധർമ്മത്തെ എന്താണെന്നൊന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ ജീവിതം പലപ്പോഴും സന്തോഷകരമായി മാറും. ആ സന്തോഷകരമായി മാറുന്നതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ദശരഥ മഹാരാജാവിൻ്റെ വിയോഗം ആ നാടിന് വലിയ ദുഃഖത്തെ തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. എല്ലാത്തിനും നാഥനായിരിക്കുന്ന രാജാവ് പോയപ്പോൾ അത് കഴിഞ്ഞ് ആരാണ് എന്നുള്ള ഭരതനെ പറ്റി പരിപൂർണമായി അറിയില്ല. ശ്രീരാമചന്ദ്രനിൽ ഒരുപാട് അവർ പ്രതീക്ഷകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോയ ആ അയോധ്യ നിവാസികൾ വളരെ വിഷമത്തോടു കൂടിയായിരുന്നു അവരവിടെ നിന്നത്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ദശരഥ മഹാരാജാവിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭരതനെ വിളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഭരതൻ തൻ്റെ അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം വിഷമിച്ചു. അച്ഛാ, എന്നെ ദുഃഖക്കടലിൽ മുക്കിയിട്ട് അങ്ങ് ഏത് ലോകത്തേക്ക് പോയി? അതുകൊണ്ട് അങ്ങ് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു, രഘുരാമന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ ഈ രാജ്യഭരണം എൻ്റെ ചുമതലയിൽ തന്നത് ഇനിയും ഞാനത് എങ്ങനെ അതിനെ കൊണ്ടു നടക്കും, എനിക്കതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. അവിടെ കൊട്ടാരത്തിലേക്ക് എത്തി എല്ലാ കൗസല്യാദേവിയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ഓടിച്ചെന്നത് തൻ്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഓടിച്ചെന്നത് കൈകേയിയുടെ അടുക്കലേക്ക് മകനായിരിക്കുന്ന ഭരതൻ ഓടിച്ചെന്നത് ഏറ്റവും വലിയ ദേഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ചെല്ലുന്ന ഭരതനെ കണ്ടിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് രാജ്യഭരണം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞ വാക്കുകൾ, ഭർത്താവിനെ കൊന്ന ഘോരയ രാക്ഷസി, ദുഷ്ടയെ, നാണകെട്ടവളെ, ക്രൂരയെ, പുണ്യമില്ലാത്ത മഹാഭാവി എന്നൊക്കെ വിളിച്ച് അമ്മയോട് ദേഷ്യപ്പെട്ടത് ഞാൻ എത്ര വലിയ ഭാഗ്യദോഷിയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരാളുടെ ഗർഭത്തിലാണല്ലോ ഞാൻ പിറന്നത്. എനിക്ക്
എൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. ഞാൻ പോയി എപ്പോഴും തീയിൽ ചാടിയെങ്കിലും മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അല്പം വിഷം കഴിച്ച് മരിക്കും. വാളെടുത്ത് സ്വയം കഴുത്തറുത്ത് കളയും. ദുഷ്ടയെ ഭയങ്കരി ഏത് വിധേയമെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ മരിക്കും. എനിക്ക് വേണ്ട ഇങ്ങനൊരു രാജ്യം. എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചിട്ട് എനിക്കൊരു രാജ്യഭരണം വേണ്ട. അതുകൊണ്ടാണ്, ഈ വിഷമം കൊണ്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത് പോലും. സ്വന്തം ഭർത്താവിനെ പോലും കൊല്ലിക്കുവാനുള്ള കാരണക്കാരിയാണ് നിങ്ങൾ എത്ര ദുഷ്ടയാണ് എന്ന് പറയുന്ന ഭരതന്റെ വാക്കുകൾ കൈകേയിയുടെ മനസ്സിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വളരെയധികം വിഷമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വളരെ കാര്യമുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയി. ഇനിയുമുള്ള കാര്യങ്ങൾ നമുക്ക് 14 ദിവസമായ നാളെ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.